വെൽക്കം ടു NRI Well. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ മികച്ച പഠന കേന്ദ്രങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. പഠനത്തിന് ശേഷം രാജ്യത്ത് ജോലിയിൽ പ്രവേശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്ത്യക്കാർ ഉൾപ്പെടെ വിദേശ വിദ്യാർത്ഥികൾക്ക് എന്നും പ്രിയപ്പെട്ട പഠന കേന്ദ്രമാണ് ഓസ്ട്രേലിയ. കഴിഞ്ഞ മാസം 2,1490 പേർ സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് എത്തിയെന്ന് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതിയ ഡാറ്റ വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 15% കൂടുതലും 2019 ഫെബ്രുവരിയിലെ അവസാന പ്രതിമാസ റെക്കോർഡിനേക്കാൾ 10% കൂടുതലുമാണ്. ശക്തമായ സമ്പദ് വ്യവസ്ഥ, മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം, ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം എന്നിവ ഓസ്ട്രേലിയയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതും ലോക റാങ്കിങ്ങിൽ ഉയർന്ന നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസവും കാരണം രാജ്യത്ത് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ആരോഗ്യം, ബിസിനസ്, IT എന്നീ പ്രോഗ്രാമുകൾ പഠിക്കാൻ ഇവിടെ ഒട്ടേറെ അവസരങ്ങളുണ്ട്. ഇവിടത്തെ മികച്ച നിലവാരമുള്ള സർവകലാശാലകളും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മൊത്തം കോഴ്സ് ഫീസിന്റെ 30% മുതൽ 50% വരെ സ്കോളർഷിപ്പ് നൽകുന്നു. ഇത് വിദേശ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കുന്നതിനുള്ള മറ്റൊരു ആകർഷണമായ കാര്യമാണ്. പഠനകാലത്ത് തന്നെ പാർട്ട് ടൈം ജോലിയിലൂടെ ജീവിത ചെലവും കണ്ടെത്താൻ വിദ്യാർത്ഥികൾക്കാകുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൂടുതൽ വിദ്യാർത്ഥികളെ വരും വർഷങ്ങളിലും ഇവിടേക്ക് ആകർഷിക്കും. കുടുംബ സൗഹൃദ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കി ശ്രീലങ്ക. പ്രകൃതി സൗന്ദര്യം, സമ്പന്നമായ ചരിത്രം, സംസ്കാരം, മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം എന്നിവ ശ്രീലങ്കയ്ക്ക് ഉയർന്ന സ്കോർ നേടിക്കൊടുത്തു. ലോകത്തിലെ ഏറ്റവും കുടുംബ സൗഹൃദ രാജ്യമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ശ്രീലങ്കയെ. താമസം മാറാൻ ആലോചിക്കുന്നവരെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ഇമിഗ്രേഷൻ സൂചികയാണ് ശ്രീലങ്കയ്ക്ക് ഈ പദവി നൽകിയത്. ആരോഗ്യ സംരക്ഷണ നിലവാരം, സാമ്പത്തിക ശക്തി, സുരക്ഷാ കാര്യങ്ങൾ, ഡിജിറ്റൽ കണക്ടിവിറ്റി തുടങ്ങി 24 ഘടകങ്ങളെ അടിസ്ഥാനമാക്കി 82 രാജ്യങ്ങളെയാണ് റാങ്ക് ചെയ്തത്. മുതിർന്നവർ പൂർത്തിയാക്കിയ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാലയളവ്, കുട്ടികളുടെ വിദ്യാഭ്യാസ കാലയളവ്, കുട്ടികളുടെ പരിചരണത്തിന്റെ ശരാശരി വാർഷിക ചെലവ് തുടങ്ങിയ സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിച്ചാണ് ഇത്തരമൊരു റിപ്പോർട്ട്. ശിശു സംരക്ഷണ ചെലവ് പോലും വളരെ കുറവ്. പിന്നെങ്ങനെ കുടുംബ സൗഹൃദമാകാതാവും? ദുബായിൽ കുറഞ്ഞ വിലയിൽ പുതിയ വീടുകൾ ഒരുങ്ങുന്നു. പ്രവാസികൾക്കും ആശ്വസിക്കാം. ദുബായിൽ ഭവനവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ഇതിന് പരിഹാരമായി കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന 17,000-ലേറെ ഭവന യൂണിറ്റുകൾ ലഭ്യമാക്കാനാണ് ദുബായ് ഭരണകൂടത്തിന്റെ നീക്കം. ദുബായ് എമിറേറ്റിന്റെ 6 മേഖലകളിലായി വീടുകൾ നിർമ്മിക്കുന്നതിന് ഭൂമി അനുവദിക്കാൻ ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇതിനായി 1.46 ദശലക്ഷം ചതുരശ്ര മീറ്റർ ഭൂമിയാണ് പലയിടങ്ങളിലായി അനുവദിച്ചത്. ദുബായ് അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായാണ് പുതിയ ഭവന യൂണിറ്റുകൾ വികസിപ്പിക്കുന്നത്. ഈ ചെറുഭവനങ്ങൾ ദുബായിലെ വിദഗ്ധ പ്രൊഫഷണലുകളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്വദേശികൾക്കെന്ന പോലെ പ്രവാസികൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, എല്ലാ വരുമാനക്കാരായ താമസക്കാർക്കും ഗുണനിലവാരമുള്ള ഭവനങ്ങൾ ലഭ്യമാക്കുക എന്നിവയാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും അവശ്യ സേവനങ്ങളും ഉൾപ്പെടെ പുതിയ വീടുകളിൽ ഉണ്ടാകും. തായ്ലാന്റിലേക്കുള്ള വിസാരഹിത പ്രവേശനം 60 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി കുറയ്ക്കും. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് തിരിച്ചടിയാകും. വിസ ഇളവ് കാലം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് തായ്ലൻഡ്. നിയമവിരുദ്ധ ബിസിനസ് പ്രവർത്തനം തടയുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഇന്ത്യ ഉൾപ്പെടെ 93 രാജ്യങ്ങളിൽ നിന്നുള്ള പാസ്പോർട്ട് ഉടമകളെ പുതിയ വിസ നയം ബാധിക്കും. അനധികൃത ജോലികളിലും ബിസിനസ്സുകളിലും ഏർപ്പെടുന്ന വിദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നത് സംബന്ധിച്ച് തായ് ട്രാവൽ ഏജന്റ് അസോസിയേഷൻ പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. തായ്ലൻഡിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസം നിർണായക പങ്കുവഹിക്കുന്നു. ഈ വർഷം 4 കോടിയിലധികം വിദേശ സന്ദർശകരെ ആകർഷിക്കാനാണ് സർക്കാർ ലക്ഷ്യം. കണക്ക് പ്രകാരം തായ്ലൻഡിൽ മാർച്ച് വരെ 75 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് എത്തിയത്. വർഷം തോറും 4.4% വർധനയാണ് കാണിക്കുന്നത്. പുതുക്കിയ വിസ ഫ്രീ സ്റ്റേ നയം നടപ്പിലാക്കുന്ന തീയതി അധികാരികൾ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന.
കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ GCC രാജ്യങ്ങളും സാങ്കേതിക കമ്പനികളുമായി സഹകരിച്ചാണ് സർക്കാർ സോഷ്യൽ മീഡിയയ്ക്ക് കടിഞ്ഞാണിടുന്നത്. കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ അധികൃതരെ പ്രേരിപ്പിച്ചത്. സാങ്കേതിക രംഗത്തെ കമ്പനികളുടെ സഹായത്തോടെ ഇത് നടപ്പിലാക്കാനാണ് തീരുമാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മറ്റ് ഐഡന്റിറ്റി മാനേജ്മെന്റ് സൊല്യൂഷനുകളുടെയും സഹായത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആലോചനയുണ്ട്. 2024 നവംബറിൽ ഓസ്ട്രേലിയ ഭരണകൂടം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം നടപ്പിലാക്കിയിരുന്നു. അതുപോലെ ഫ്രാൻസും ചില US സംസ്ഥാനങ്ങളും മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ പ്രായപൂർത്തിയാകാത്തവരുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ചൈനയും സൈബർ സുരക്ഷാ നിയമവും മൈനർ പ്രൊട്ടക്ഷൻ നിയമവും പുറത്തിറക്കിയിട്ടുണ്ട്. ഇവ പ്രകാരം കുട്ടികൾക്ക് ഓൺലൈനിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഓൺലൈൻ സേവനങ്ങളുടെ ദൈനംദിന ഉപയോഗത്തിന് സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തു. UAE പൊതുവിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ സുരക്ഷയും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിനായി മൊബൈൽ ഫോണുകൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട്. GCC രാജ്യങ്ങളിൽ അധികം വൈകാതെ കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണം നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷ. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. പൂർണ്ണമായും ഡിജിറ്റൽ ജനന സർട്ടിഫിക്കറ്റ് വിതരണം ആരംഭിച്ച ദുബായ് ഹെൽത്ത് അതോറിറ്റി ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഒമാനിൽ ടാക്സികൾ സ്മാർട്ട് ആകുന്നു. ഏപ്രിൽ 1 ടാക്സികൾ ലൈസൻസുള്ള റൈഡ് ഹെയിലിംഗ് കമ്പനികളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം. ലോജിസ്റ്റിക് സേവന മേഖലയിൽ പുതിയ പരിഷ്കാരവുമായി ഖത്തർ. കര, സമുദ്ര, വ്യോമ, ചരക്ക് പ്രവർത്തനങ്ങൾക്ക് ഇനി ഒറ്റ ലൈസൻസ് മതിയാകും. ദുബായിൽ പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന നോൾ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ നവീകരണം പുരോഗമിക്കുന്നു. ഫോണുമായി കാർഡുകൾ ലിങ്ക് ചെയ്യാവുന്ന സംവിധാനമാണ് നിലവിൽ വന്നത്. പള്ളികളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പുതിയ എക്സിറ്റ് പെർമിറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കുവൈറ്റ്. ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിലെ മോസ്ക് സെക്ടർ ഡിപ്പാർട്ട്മെന്റ് ഇമാമുമാർക്കും മുഅദ്ദീനുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോക സഞ്ചാരം. ഒരു കണ്ണാടി ഗ്രാമം, അതായത് കൂറ്റൻ കണ്ണാടികൾ ഉപയോഗിച്ച് രാത്രിയെ പകലാക്കുന്ന ഒരു നാട്.
NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ആരുടേതാണ് ഫിഷ് മോളി? ലോകമെങ്ങും പ്രചാരമുള്ള മീൻ വിഭവം കേരളത്തിൻ്റെതാണോ അതോ പോർച്ചുഗീസുകാരുടേതാണോ?